കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തീ പാറുന്ന മത്സരമാകും ഇത്തവണ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ പല സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെങ്കിലും പലതും ഇപ്പോഴും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. പക്ഷേ BJPയും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടികയൊക്കെ കൃത്യമായി പുറത്തിറങ്ങി ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ജനങ്ങളെ കണ്ട് വോട്ട് ചോദിച്ചു തുടങ്ങി. കേരള രാഷ്ട്രീയവും കേരളത്തിലെ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനനായകൻ, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ, അങ്ങനെ കഴിഞ്ഞ തവണ തന്നെ വലിയ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന സുരേഷ് ഗോപി ഇത്തവണയും തൃശ്ശൂരിലേക്ക് മത്സരിക്കാനെത്തുന്നു. ഒപ്പം തൃശ്ശൂരുകാർക്ക് പരിചിതനായ, തൃശ്ശൂരുകാരുടെ സ്വന്തം എന്ന് പറയുന്ന VS സുനിൽകുമാർ, തൃശ്ശൂരിൻ്റെ നിലവിലെ MP TN പ്രതാപൻ, ഈ 3 പേരുമാണ് അവിടെ ഇപ്പോൾ ചിത്രങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ആർക്കായിരിക്കും മുൻതൂക്കം കിട്ടുന്നത്? തൃശ്ശൂർ ആരായിരിക്കും എടുക്കാൻ പോകുന്നത്? തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വികസനം നൽകുന്നതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ആരായിരിക്കും? നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണ തൃശ്ശൂർ എങ്ങനെയായിരുന്നു, അതിൽ എന്ത് മാറ്റമാകും ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്, നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ തവണ ത്രികോണ പോരിനൊടുവിൽ കഴിഞ്ഞ തവണ പൂരത്തിൻ്റെ കുടമാറ്റം പോലെ തൃശ്ശൂരുകാർ MPയെ ഒന്ന് മാറ്റിയിരുന്നു. അതായത് CPIയുടെ രാജാജി മാത്യുവിനെ 93,633 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിൻ്റെ TN പ്രതാപൻ പാർലമെന്റിലേക്ക് നടന്നു കയറിയത്. മുൻവിധികളെ കൂസാതെ കണ്ണും പൂട്ടി മറിച്ചിടുന്ന ശീലം തൃശ്ശൂരിലെ വോട്ടർമാർ തുടർന്നപ്പോൾ CPIക്കത് ദേശീയ നഷ്ടമായി. പാർട്ടിക്ക് രാജ്യത്തുണ്ടായിരുന്ന ഏക ലോക്സഭാ സീറ്റാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് കൊത്തിയെടുത്തത്. പ്രതാപൻ 4,15,089 വോട്ടും രാജാജി 3,21,456 വോട്ടും നേടി. കടുത്ത മത്സരം കാഴ്ചവെച്ച BJPയുടെ സുരേഷ് ഗോപി പിടിച്ചതാകട്ടെ 2,93,822 വോട്ട്. സിറ്റിംഗ് MP CN ജയദേവന് പകരമാണ് രാജാജി മാത്യു തോമസിനെ LDF കഴിഞ്ഞ തവണ രംഗത്തിറക്കിയത്. DCC പ്രസിഡന്റ് TN പ്രതാപനെ UDFും പോരാളിയാക്കി. തുഷാർ വെള്ളാപ്പള്ളിയെ വയനാട്ടിലേക്ക് അയച്ച ശേഷമാണ് രാജ്യസഭാ MPയും നടനുമായ സുരേഷ് ഗോപിയെ NDA തൃശ്ശൂരിൻ്റെ കളത്തിലേക്ക് ഇറക്കിയത്. ഇതോടെയാണ് പൂരനാട്ടിൽ കഴിഞ്ഞ തവണ തീ പാറുന്ന ത്രികോണ മത്സരം നടന്നത്. MLAയും AISF ദേശീയ നേതാവും ലോക ജനാധിപത്യ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റും പത്രപ്രവർത്തകനുമായിരുന്ന രാജാജി CPI സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായിരുന്നു. പാർലമെന്റിൽ ഉയരേണ്ട ശബ്ദമാണ് LDF രാജാജിയെ വിശേഷിപ്പിച്ചത്. ദാരിദ്ര്യത്തിൻ്റെ കയ്പ് അനുഭവിച്ചു വളർന്ന മത്സ്യത്തൊഴിലാളിയാണ് പ്രതാപൻ. ക്ലാസ് ലീഡറിൽ തുടങ്ങി പഞ്ചായത്ത് അംഗവും MLAയുമായി വളർച്ച. ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കെ പ്രതാപനെ തനിക്ക് വേണമെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു. തോൽക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ പ്രതാപൻ പാർട്ടി യോഗത്തിൽ പൊട്ടിക്കരഞ്ഞെന്ന വാർത്തയും വന്നു. ആശങ്കകളെല്ലാം മറികടന്ന് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പ്രതാപക്കുട ചൂടി. തീപ്പൊരി നടനായും കാരുണ്യവാനായും വ്യത്യസ്ത വേഷങ്ങളിലാടിയ സുരേഷ് ഗോപി മോദിയുടെ അടുപ്പക്കാരനായും അയ്യപ്പസ്വാമിയുടെ ആശ്രിതനായും അറിയപ്പെട്ടതോടെയാണ് തൃശ്ശൂരിന് കടുപ്പമേറിയത്. നേരത്തെ VV രാഘവൻ വോട്ട് ചെയ്ത K കരുണാകരനെയും തൃശ്ശൂർ തോൽപ്പിച്ചിട്ടുണ്ട്. CPIയുടെ തറവാടാണെന്നാണ് തൃശ്ശൂർ വിശേഷിപ്പിച്ചത്. KK വാര്യരും C ജനാർദ്ദനനും KA രാജനും VV രാഘവനും 2 തവണ വീതം ജയിച്ചു. 2004-ൽ CK ചന്ദ്രപ്പനും കഴിഞ്ഞ തവണ CN ജയദേവനും ഡൽഹിയിലേക്ക് പറന്നു. വിരുന്നു വന്ന കോൺഗ്രസ്സുകാരനായ PC ചാക്കോയും AC ജോസിനെയും ദേശീയബോധത്തോടെ ജയിപ്പിച്ചു വിട്ടു. ഒട്ടേറെ പൂരങ്ങളും ഉത്സവങ്ങളും നടക്കുന്ന മണ്ഡലമായതിനാൽ മറ്റു വിഷയങ്ങൾക്കൊപ്പം ശബരിമലയായിരുന്നു കഴിഞ്ഞ തവണ മുഖ്യ ചർച്ചാ വിഷയം. PC ചാക്കോ 2009-ൽ ജയിച്ചത് 25,151 വോട്ടിനാണ്. 2014-ൽ ജയദേവൻ നേടിയത് 3,89,209 വോട്ട്. ഭൂരിപക്ഷം 30,8227. കോൺഗ്രസിൻ്റെ KP ധനപാലൻ 3,50,982 വോട്ട്. BJPയുടെ KP ശ്രീശരൻ 1,02,681 വോട്ടുമാണ് നേടിയത്. എന്തായാലും തൃശ്ശൂർ മണ്ഡലം അങ്ങനെ പൊടിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളും ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. വികസനങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒന്ന് മാത്രമേ പറയാനുള്ളൂ. കൃത്യമായി തൃശ്ശൂർ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്നത് ആരാണോ, ഓരോ മണ്ഡലത്തിലും അത്യാവശ്യം വികസനങ്ങളാണ്, വികസനം കൊണ്ടുവരുന്നത് ആരാണോ
ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ചെന്ന് കണ്ട് പറയാൻ കഴിയുന്ന ആളാരാണോ, വ്യക്തി ആരാണോ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി അത് ചെയ്യാൻ സഹായിക്കുന്ന ഒരാൾ ആരാണോ, അവരെ തിരഞ്ഞെടുക്കുന്നതാണ് എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നു. വെറുതെ നമ്മൾ രാഷ്ട്രീയ ബന്ധം വച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്നേഹം വച്ചോ ഒക്കെ ഒരാളെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അത് തെറ്റുപറ്റി എന്ന് തോന്നിയാൽ തിരുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. 5 വർഷം ഇവരെയൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായി വിനിയോഗിച്ചാൽ 5 വർഷം വികസനങ്ങളും നാടിന് നന്മയും ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഓരോ മണ്ഡലങ്ങളിലെയും കഴിഞ്ഞ തവണത്തെ നില എത്രയാണ്, സ്ഥാനനില എത്രയാണ്, ആരൊക്കെയാണ് ജയിച്ചതെന്നൊക്കെ നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്ക് മലയാളി വാർത്ത ഫോക്കസിലൂടെ മലയാളികളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. നമുക്ക് തുടക്കം തൃശ്ശൂരിൽ നിന്ന് തന്നെയാകാം. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഏകദേശം ഒരു രൂപം പ്രേക്ഷകർക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇനി നമുക്ക് അടുത്ത മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകാം. അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയണം. കഴിഞ്ഞ തവണ നിന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച്, അവരുടെ വോട്ട് നിലയെക്കുറിച്ചും, അവരുടെ ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ചും, അവരുടെ വികസനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മലയാളി വാർത്ത ഫോക്കസിലൂടെ അറിയാം.